ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം അതേ നമ്മൾ ഇന്ന് എണീറ്റതേ ഉള്ളു. ആള് മുഖമൊക്കെ കണ്ടോ ഇങ്ങനെ ഇരിക്കുന്നത്. അന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു താഴെ വീണെന്ന്, കണ്ടില്ലേ നെറ്റി കറുത്തിരിക്കുന്നത്. ആളെന്തായാലും പോയിട്ട് കണ്ടില്ലേ, ഇതുപോലത്തെ കുറച്ച് പൂക്കൾ പറിച്ചുകൊണ്ട് വന്നിട്ട് ഇവിടെ മൊത്തം കുളമാക്കി. ഇതാണ് പണി, ഇതാണ് കളി. കിക്കോളൂ ബാബാ, മുതുകാവ്. ഇനി എനിക്ക് ഈ ഒരു കട്ടിലൊന്ന് വൃത്തിയാക്കണം. അപ്പം ഞാൻ അതിൻ്റെ ആയിട്ടുള്ള രാവിലെ എണീറ്റ് സെയിം പരിപാടി ചെയ്ത് മടുത്തു ഗൈസ്. എന്തായാലും ഇതാണ് എൻ്റെ മൈക്ക്, പുതിയ മൈക്ക് കിട്ടി ഗൈസ്. എന്തായാലും പോട്ടെ, നമുക്ക് ഇതൊന്ന് കെട്ടി വെച്ച് ഈ സംഭവം കണ്ടു. ഇതാണെങ്കിൽ നമ്മുടെ ഈ കല്യാണത്തിന് കിട്ടിയ സാരിയാണ്. അത് വെച്ചാണ് കുഞ്ഞിൻ്റെ ഈ തലയണ, മറ്റേ സൈഡ് തലയണയല്ലോ ഇത്, സൈഡിൽ നമ്മൾ വെക്കത്തില്ലേ ആ സംഭവം അമ്മ തയ്ച്ചുണ്ടാക്കി. എനിക്കറിയാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുക, ഈ കല്യാണത്തിനൊക്കെ എന്തിനാവോ ഇതുപോലത്തെയൊക്കെ ഗിഫ്റ്റൊക്കെ കൊണ്ടു തരുന്നത്? നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്ത ഒരു നമ്മുടെ എന്നെ പോലെയുള്ള നല്ല വണ്ണമുള്ളവർക്ക് ഈ ഒരു സാരി ഇടാനേ പറ്റത്തില്ല. അങ്ങ് നീർക്കോളി പോലെ ഉള്ളവർക്കാണ് ഈ സാരി ഇടാൻ പറ്റുന്നത്. പിന്നെ അത് വെച്ച് തന്നെ അമ്മ അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഇപ്പം ഇതും എനിക്ക് കല്യാണത്തിന് കിട്ടിയതാണ്, ഈ ബെഡ്ഷീറ്റ്. അപ്പം ഇതൊക്കെ എന്ന് പറയുമ്പം ഇപ്പം പണ്ട് യൂസ് ചെയ്യാറില്ലായിരുന്നു, വെച്ചേക്കുമായിരുന്നു. ഇപ്പം 3-4 ദിവസം കഴിഞ്ഞ് ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്യാന്നുള്ളതുകൊണ്ട് എല്ലാം അങ്ങ് എടുത്ത് അങ്ങനെ എല്ലാം ചേഞ്ച് ചെയ്യാൻ തുടങ്ങി. കഴുകി മൊത്തത്തിൽ ഒരുമാതിരി എന്തോ പോലെ ആയിരിക്കുകയാണ്. പകുതി റൂം ക്ലീൻ ആക്കിയിട്ട് എന്നിട്ട് ഇവന് ഫുഡ് കഴിപ്പിക്കാൻ പോയി. എന്തായിരുന്നു ഫുഡ്? നമ്മുടെ ചോറും കുറച്ച് മുസൂർദാലുണ്ടായിരുന്നു. അതാണ് ഞാനിപ്പം അവന് കഴിപ്പിച്ച് കൊടുത്തത്. ഇവന് കഴിപ്പിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ റൂം, നടുക്കത്തെ റൂം, ചേച്ചിയുടെ റൂം, അടുക്കള, നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വശം, ബാക്ക് വശം മൊത്തം നടന്ന് വേണം ഫുഡ് കൊടുക്കാൻ. അതോടെ ഭയങ്കര കഷ്ടപ്പാടാണ്. എന്തായാലും കഴിച്ചിട്ട് ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട് ആൾക്ക്. കണ്ടില്ലേ, നോക്കുന്നുണ്ട്. ഫസ്റ്റ് നെറ്റി വീങ്ങിയിരിക്കുന്ന കണ്ടോ? അയ്യോ ബാബാ. ഇനി ഇവനെ ഉറക്കിയിട്ട് വേണം ബാക്കി പണികളും. പിന്നെ എനിക്കും ഫുഡ് കഴിക്കാനും. എന്തായാലും ഉറക്കാൻ പോവാണ് ഞാനിപ്പം. ആളെന്തായാലും ഉറങ്ങിയിട്ടുണ്ട്. ഇപ്പം ഒരു 11:30 ആയി. ഇനി കുറച്ച് റൂമൊന്ന് വൃത്തിയാക്കി കാണും. മുമ്പേ രാവിലെ പൂവൊക്കെ കൊടുത്തായിരുന്നല്ലോ, അത് മൊത്തം വിരിച്ചിട്ടും മുറിയിൽ മൊത്തം അതൊന്നും വൃത്തിയാക്കി. കുറച്ച് തുണികളുണ്ട്, എന്നും വരുന്ന തുണിയാണ്, കാണും മൂത്രമൊഴിക്കുന്നുണ്ട്. അപ്പം അതൊന്ന് കഴുകിയല്ല, ഒന്ന് നനച്ച് വെച്ചിട്ട് ഫുഡ് കഴിക്കണം. കാരണം എനിക്ക് ഫുഡ് കഴിക്കാൻ അങ്ങോട്ട് കരിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. ഒരാൾ വേണ്ട വീഡിയോ ചെയ്തുകൊണ്ടിരുന്നു. അപ്പം നാണ്ടില്ല എൻ്റെ പൊന്നോ, അന്ന് എന്നെ ഓടിച്ച ഈ സംഭവം തന്നെ ആയിരുന്നു. കണ്ടോ, പോകുന്നുണ്ടോ? ഭയങ്കര സാധനമാണ് ഇതൊക്കെ, മുടിഞ്ഞ സാധനം. ഇപ്പോൾ ഓടിപ്പോയതേ ഉള്ളൂ 3 പറഞ്ഞ. കണ്ടോ, ഇതിൻ്റെയൊക്കെ ശല്യം കാരണം ഒന്നും കതക് പോലും തുറന്നിടാൻ പറ്റത്തില്ല, അടച്ച് വേണം പോകാൻ. കാരണം കുഞ്ഞ് ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എപ്പോഴെങ്കിലും വന്ന് കയറിയാലോ, എങ്ങാനും മാന്തിയൊക്കെ പോയാലോ. അതുകൊണ്ട് ഇപ്പോൾ ഒരു റൂമൊക്കെ അടച്ചിട്ടാണ് പോകേണ്ടത്. എന്തായാലും നനച്ചിട്ടിട്ട് ഞാൻ കുറച്ച് കഴിക്കാൻ പോവാണ്. കാരണം ഇനിയിട്ട് എനിക്ക് കഴിക്കാൻ അങ്ങോട്ട് വല്ലാത്ത പോലെയാണ്. എന്തായാലും പോവാണ്, ഞാൻ ഫുഡ് കൊണ്ടുവരാം. ഓക്കെ.
ഇന്നത്തെ മെനുവിൽ നമ്മുടെ ഈ മറ്റേ എന്താണ് പറയുന്നത് ഇതിനെ മുസൂർ ദാലും പിന്നെ മൂലോ ഇല്ലേ, മൂലോ അത് വെച്ചായിട്ട് ഉള്ള മുസൂർ ദാൽ, പിന്നെ ഇവിടെ ആലു ആൻഡ് വഴുതനങ്ങ വെച്ചിട്ട് ഒരു നമ്മുടെ കടുകില്ലേ, കടുക് അങ്ങോട്ട് നന്നായിട്ട് മിക്സിയിൽ അടിച്ചിട്ട് ഇതുപോലെ ഒരു കറി ഉണ്ടാക്കി, പിന്നെ നമ്മുടെ മുസൂർ ദാലിൻ്റെ പക്കോട. ഇത് കണ്ടോ ഈ സംഭവം കണ്ടോ? ഇത് നാരങ്ങയാണ്. നമ്മുടെ വീണ്ടും കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ 1 മണിക്കൂർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ ഭൂട്ടാൻ ബോർഡറാണ്. അപ്പോൾ ചേട്ടൻ അവിടെ നിന്നാണ് കൊണ്ടുവന്നത് നമ്മുടെ വീട്ടിൽ. ഓറഞ്ച് കളർ ഉണ്ടോ നമ്മുടെ മോസമ്പിയുടെ കൂട്ട്, മോസമ്പി അല്ലല്ലോ, നമ്മുടെ ഓറഞ്ചിൻ്റെ കൂട്ട് ഓറഞ്ച് കളർ. പക്ഷേ ഇത് നാരങ്ങയാണ് കേട്ടോ. അതിൽ പെട്ടെന്ന് കഴിച്ചിട്ട് എനിക്ക് വേണം ബാക്കിയുള്ള ജോലിയൊക്കെ ചെയ്യാൻ. എണീറ്റ് കഴിഞ്ഞാൽ തീർന്നു. അതുകൊണ്ട് ഇപ്പം 4 മണി ആയതേ ഉള്ളൂ. പക്ഷെ കണ്ടാൽ തോന്നും രാത്രി ആയ പോലെ തോന്നും. കണ്ടില്ലേ, രാത്രി ആയ പോലെ തോന്നും. അങ്ങനെയൊന്നുമല്ല. ഈ തണുപ്പ് സമയമൊക്കെ, ഈ ഒരു ഡിസംബർ സമയമൊക്കെ ആകുമ്പോൾ 3:30 ആകുമ്പോഴേ ഇരുണ്ട് കണ്ടാൽ തോന്നും അയ്യോ രാത്രിയായിരുന്നു. അങ്ങനെയൊന്നുമല്ല കേട്ടോ. ഇപ്പം ഒരു 4:30 ഒരു 5 മണി ആയപ്പോഴാണ് കുറച്ച് ഇരുണ്ടത്. എന്തായാലും ഞാനിപ്പോൾ ചായ കുടിക്കാനും പിന്നെ എനിക്ക് ഇത്രയും ബിസ്ക്കറ്റ് വേണം കഴിക്കാൻ എപ്പോഴും. പിന്നെ ഹസ്ബൻഡ് വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പോയി കടയിൽ, പിന്നെയും വരും. എന്തായാലും ചായ കുടിക്കട്ടെ. ഭയങ്കരമായിട്ട് തലവേദന എടുക്കുന്നു. എന്താ പോലെ ഒരു ചൂടും തണുപ്പും മിക്സ് ആയതുകൊണ്ട് ചിലപ്പം പനിയൊക്കെ പോലെ പിടിച്ചിട്ടുണ്ട് എനിക്ക് ചെറുതായിട്ട്. എല്ലാവർക്കും, എനിക്ക് മാത്രമല്ല, വീട്ടിൽ 2 കുഞ്ഞുങ്ങൾക്കും, ഞങ്ങൾ 2 പേർക്കും, പിന്നെ എല്ലാവർക്കും. പിന്നെ കുഞ്ഞ് അത്ര നേരം കളിച്ച് ഇപ്പം കയറി കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. ഇപ്പം 8 മണിയായി. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് വിളിച്ചിട്ട് പറഞ്ഞ് റെഡി ആയിക്കോ, നമുക്കൊന്ന് കടയിൽ വരെ പോകണം. 4 നൈറ്റി തന്നിട്ടുണ്ട്, എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ്. നിങ്ങൾ കേൾക്കണം, ഒന്ന് കേൾക്കണം സംഭവം. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എന്തിനാ 4 എണ്ണം തന്നേ? അപ്പോൾ പറഞ്ഞ് നീ ആ ഒരു പൈസയും കൊണ്ട് എങ്ങനെ ഒരു സാരി അല്ലെങ്കിൽ എന്തെങ്കിലും സാരിയൊക്കെ ഞാൻ വാങ്ങിച്ചു തന്നാൽ നീ എപ്പോഴും അത് കയറ്റി കൊണ്ടുപോയി അലമരിക്കകത്തല്ലേ വെക്കുന്നേ, നീ ഇടത്തില്ലല്ലോ. എവിടെയെങ്കിലുമൊക്കെ പോകുമ്പം ചുരിദാർ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൊണ്ടുണ്ടാക്കി എടുത്തിടും. അതൊക്കെ എന്തെങ്കിലും നല്ല ഒക്കേഷൻ ഉണ്ടെങ്കിൽ നീ ഇടയ്ക്കൊക്കെ ഇടത്തുള്ളൂ, അത് അവിടെ ഇരുന്ന് ഒരുമാതിരി എന്തോ പോലെ ആയിപ്പോ അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം നീ എന്നും വെയർ ചെയ്യുന്ന നിൻ്റെ എന്താ ഫ്രീഡം ആയിട്ടുള്ള നിൻ്റെ നാഷണൽ ഡ്രസ്സ് ആണ് അത്, നീ അത് ഇട്ടാൽ മതി, അതുകൊണ്ടാണ് ഞാൻ തരുന്നത്. ഇതൊരു ലോജിക്കാണോ നിങ്ങൾ പറയുന്നത്? ഇതൊരു ലോജിക്കാണോ? അല്ലല്ലോ. എന്നാൽ ഞാൻ പറഞ്ഞ ഇത് ചിലവ് കുറവ്. അപ്പോൾ പറഞ്ഞു അല്ല, ഞാൻ നിനക്ക് അതിൻ്റെ ആയിട്ടുള്ള 4 എണ്ണം തന്നു, ഇനി ബാക്കിയുള്ള സാധനം പൈസ നിൻ്റെ കയ്യിൽ തരാം, നീ അത് സൂക്ഷിച്ചു വെച്ചോന്ന്. ഇനി എന്താ പറയാനാ? കല്യാണത്തിന് മുമ്പേ ഒക്കെ ആകുമ്പോൾ നല്ലതായിട്ട് ഗിഫ്റ്റൊക്കെ തരുമായിരുന്നു ആൾ. ഇപ്പോഴോ ഇതൊക്കെ കൊണ്ടങ്ങ് ആൾ സെറ്റലാണ്. എന്നാലും തരുവാണെങ്കിലും നമുക്ക് പൈസ കിട്ടിയല്ലോ, അതുകൊണ്ട് നമുക്കൊരു നല്ല എനിക്ക് നല്ല സന്തോഷമുണ്ട്. ബിക്കോസ് എനിക്ക് അതൊന്നും വേണ്ട, പൈസ കിട്ടിയ സന്തോഷം. അപ്പം ഇനി റെഡി ആണോ അതാണോ ടെൻഷൻ? ഞാനേ ഇപ്പം ആലോചിക്കുക, എനിക്ക് പോകണോ? എനിക്ക് ഈ റെഡിയാകുന്ന ഭയങ്കര ക്ഷീണമാണ്. ഈ ഒരു സംഭവം എനിക്കിഷ്ടമല്ല. ഞാനിപ്പോൾ ആലോചിക്കുക, എനിക്ക് പോകണോ അതോ പോവാതെ ഇരിക്കണോ? ഞാനിപ്പം കൺഫ്യൂഷൻ ഇരിക്കുക. ഇനി കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചിട്ട് വേണം തീർക്കാൻ. ഓക്കെ, ഞാൻ ആലോചിക്കട്ടെ പോകണോ പോകണ്ടെന്ന്. എനിക്ക് വയ്യെങ്കിൽ ഞാൻ അത് എടുത്തങ്ങ് കൊടുക്കും, ആളെ പോയി മാറ്റിക്കൊണ്ട് വരട്ടെ. എന്നെ പോലെ നിങ്ങൾക്കും ഉണ്ടോ അങ്ങനെ? എന്തായാലും നോക്കട്ടെ, റെഡി ആയെങ്കിൽ പോവും, ഇല്ലെങ്കിൽ ഇല്ല. അങ്ങനെ ഇപ്പോൾ 9 മണിയായി. റെഡിയാകാൻ പറഞ്ഞ ആൾ 8 മണിക്കൊക്കെ. അപ്പോൾ 9 മണിയായിട്ട് എത്തിയില്ല. ഞാൻ റെഡി ആയെങ്കിൽ ഇപ്പം എന്ത് ചെയ്തേനെ? പിന്നെയും എല്ലാം ഉരുകിയിട്ട് വന്നിട്ട് നമുക്ക് ജോലിയൊക്കെ ചെയ്യുന്നത് കാര്യമില്ലേ? അതുകൊണ്ട് ഇവർ പറയുന്നത് നമ്മളങ്ങനെ സീരിയസ് ആയിട്ട് എടുക്കാറില്ല. സോ ഇപ്പം ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാൻ പോവാണ്. വീട്ടിൽ ചേച്ചിയൊക്കെ ഇല്ല. ചേച്ചിയൊക്കെ അവിടെ അനിയൻ്റെ കല്യാണത്തിന് പോയി. ജസ്റ്റ് 2 പേർക്ക് വേണ്ടി അമ്മ കഴിച്ചു കഴിഞ്ഞു. ഇനി എനിക്ക് ഒരു വൈകുന്നേരം ആയപ്പോൾ ഞാൻ കുറച്ച് ആളുടെ കൂടെ ഇരുന്ന് ചോറുണ്ടായിരുന്നു. സോ എനിക്ക് വേണ്ട, 4 ചപ്പാത്തി, 4 അല്ല 6 ചപ്പാത്തി ആയാൽ മതി. അപ്പം
എന്നും രാത്രിയിലത്തുള്ള കാര്യമാണ് ചപ്പാത്തിയുടെ കൂടെ എന്തുണ്ടാക്കും എന്ന്. എന്തായാലും ആദ്യം ചപ്പാത്തി കുറച്ച് വെക്കാം. ഓക്കെ, നമ്മുടെ ഇവിടെ ചപ്പാത്തി ബെസ്റ്റ് ബംഗാളിൽ നമ്മുടെ ആട്ട തരാറുണ്ട്. ഗോതമ്പല്ല, ആട്ടയുടെ പാക്കറ്റാണ് തരാറുള്ളത്. ഞങ്ങൾക്ക് ഇല്ല, ഞങ്ങൾക്ക് AP ആയതുകൊണ്ടാണെന്ന് തോന്നുന്നത്. ഞങ്ങൾക്ക് അരി മാത്രമേ ഉള്ളൂ, വേറെ ഒരു കുന്തണ്ടവും കിട്ടത്തില്ല. എനിക്ക് പിന്നെ റേഷൻ കാർഡ് ഇല്ല. റേഷൻ കാർഡുണ്ട്, VIP റേഷൻ കാർഡ്. നല്ല പൈസ ഉള്ളവർക്ക് എന്താ BPL, പൈസ ഇല്ലാത്തവർക്കൊക്കെ എന്ത് പറയാനാ, നമുക്കൊക്കെ APL തന്നെ. APL അല്ല, APLക്കാളും വലിയത് VIP കാർഡ്. അപ്പം ഞാൻ VIP ആണല്ലേ, എനിക്ക് അതാ തോന്നുന്നത്. എന്തായാലും ചപ്പാത്തി അങ്ങനെ ഞാനേ കല്യാണത്തിന് അതായത് കല്യാണത്തിന് ഫസ്റ്റ് ഇതുപോലെ ഡിസംബറിലായിരുന്നു എൻ്റെ കല്യാണം. അപ്പം ജനുവരി ചേച്ചിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം എന്നോട് പറഞ്ഞ് നമ്മളെനിക്ക് പിക്നിക്ക് പോയി. എന്നാൽ എന്നോട് പറഞ്ഞ് നീ ചപ്പാത്തി ഉണ്ടാക്കിക്കോ, ഞാൻ ഇറച്ചി ഉണ്ടാക്കാം. അങ്ങനെ ചേച്ചി ചപ്പാത്തി ഉണ്ടാക്കാൻ പറഞ്ഞ് ഞാൻ ശരി എന്തൊക്കെയാണ് കുറച്ചിട്ടങ്ങ് പരുത്തിയിട്ടങ്ങ് ഉണ്ടാക്കിയാൽ പോരെ. അങ്ങനെയൊക്കെ വന്ന് ഞങ്ങളെ ചപ്പാത്തി ഉണ്ടാക്കി ഞാൻ. എന്നിട്ട് ഉണ്ടാക്കിയതൊക്കെ കൊള്ളായിരുന്നു. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞ് എൻ്റെ പൊന്നോ വായും കൊണ്ട് വലിച്ചങ്ങോട്ട് കീറാൻ പറ്റുന്നില്ല. പിന്നെ നദിയുടെ വെള്ളത്തിൽ മുക്കിയിട്ട് വേണമായിരുന്നു കഴിക്കാൻ. എന്താ സംഭവം എന്നറിയുമോ, ഞാൻ നന്നായിട്ട് കുറച്ചില്ല. ഈ സംഭവം ചെയ്തില്ല. അതൊക്കെ ഒരു കാര്യം. എന്നിട്ട് ഇതുപോലെ ഇപ്പം ഉണ്ടാക്കാൻ എന്തായാലും പഠിച്ചു ഞാൻ. ചപ്പാത്തി പെട്ടെന്ന് ഉണ്ടാക്കുവാണ്. ഇവിടെ മുസൂഡാൽ ചേച്ചി രാവിലെ പക്കോട ഉണ്ടാക്കിയായിരുന്നു. അത് വെച്ച് കുറച്ച് പക്കോട ഉണ്ടാക്കിയിട്ട് കുറച്ച് കിഴങ്ങ് വെച്ചിട്ട് നമ്മുടെ ചപ്പാത്തി കൂടെ സൈഡ് ഡിഷ് ഉണ്ടാക്കുവാണ് ഞാനിപ്പം. ഇപ്പോഴാണ് വന്നത്, 9:30. ഇപ്പം എങ്ങനെ പോകാനാണ്, നാളെ ഇങ്ങനെ നടക്കുന്നു ഞങ്ങളുടെ വീട്ടിലെന്നും. ചെറുതായിട്ട് വെക്കുവാണ്. ഇങ്ങനെ വെച്ചിട്ട് കുറച്ച് വറുത്തെടുത്തതിന് ശേഷം ഇവിടെ എന്തായാലും എണ്ണ ചൂടായിട്ടുണ്ട്. നമ്മുടെ പക്കോട റെഡി ആയിട്ടുണ്ട്. ഇവിടെ. എന്നിട്ട് പ്രത്യേകിച്ച് ഒന്നും അങ്ങനെ ഇത് ചെയ്യുന്നില്ല, രാത്രിയല്ലേ. അച്ഛന് ഇച്ചിരി സാധാ ആയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് ഇഷ്ടം. കുറച്ച് ജീരകം ഇട്ടു, പൊട്ടും കണ്ടിട്ടുണ്ട്. ഉണക്കമുളക് ഇങ്ങനെ പൊട്ടിച്ചിരുന്നു. ജസ്റ്റ് കറുത്ത് ഒരു സിസ്റ്റമാറ്റിക്ക് വരുമ്പം പരിവേദന എടുക്കുന്നു. ഒരു രസഗുള ഇരിപ്പുണ്ടായിരുന്നു, എണ്ണൻ്റെയൊക്കെ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. അതൊന്നും എടുത്തിട്ട് കഴിച്ചത് എൻ്റെ പൊന്നോ മുറിഞ്ഞു വേദന. ഇവിടെ പീസ് ആക്കി കിഴങ്ങ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്നും വറുത്തെടുക്കല്ല, അതിനകത്ത് തന്നെ ഇടുക. കുറച്ച് കറിയുള്ളു, എന്നാലും ഇത് ഉച്ചയ്ക്ക് ഇതിനകത്ത് പക്കോട ഫ്രൈ ചെയ്തുകൊണ്ട് ഇതിനകത്ത് തന്നെ കറി ഉണ്ടാക്കും. അത് 2 കഴിയേണ്ട വല്ല കാര്യമുണ്ട്, കുറഞ്ഞൊന്നും കഴിയും പോരെ. കുറച്ച് ഇന്ന് വേറൊന്നും എടുക്കുന്നില്ല. ഇന്ന് ജീരകപ്പൊടി കുറച്ച് ഒന്നിട്ടാൽ കഴിക്കും. കുറച്ച് ജീരകപ്പൊടി കുറച്ച് മഞ്ഞൾ. വെളിയിൽ നല്ല മഴയുണ്ട് ഗൈസ്. അതിൻ്റെതായിട്ടുള്ള സ്ഥലത്ത് വെക്കുക, കൊണ്ടുപോയി.
കുറച്ച് വെള്ളം ആവശ്യമുള്ള. ഇത്രയും മതി, 2 പേരെ കഴിച്ചിട്ടുള്ളൂ. ഹസ്ബൻഡ് ആളെ 2 പീസ് പക്കോട വെക്കാൻ പറഞ്ഞായിരുന്നു, ഞാൻ മറന്നുപോയി. വെള്ളം കയറി ഒഴിച്ചു ഞാൻ. ആവോ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ ഇതൊന്ന് തിളച്ച് വേണ്ട, അതിന് മുമ്പ് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാം. ഓക്കെ, ആളിറങ്ങിപ്പോന്ന് കണ്ടോ, ഒറ്റയ്ക്കങ്ങ് ഇറങ്ങുക. അയ്യോ, കുറച്ച് നേരം കളിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് വന്നപ്പം ആള് പോന്ന്. പോയി. എന്തായാലും ജോലിയൊക്കെ കഴിഞ്ഞ് തലയിൽ എണ്ണ തേച്ചപ്പോഴത്തേക്ക് കമത്തി അങ്ങ് വീണ് മൊത്തത്തിൽ. അപ്പം മൊത്തം അങ്ങ് തലയിൽ എണ്ണ ആയി. എന്തായാലും ഇവിടെ എല്ലാം റെഡി, ഉറങ്ങാൻ പോന്നു. പിന്നെ കുഞ്ഞവിടെ വല്യമ്മയുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം അവനെ കൊണ്ടുവന്ന് കിടത്തണം. അപ്പം അവനെ കൊണ്ടുപോകാൻ പോവാണ്. അപ്പം ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളായിരുന്നു. ഓക്കെ, ബൈ. ഇനി നെക്സ്റ്റ് എന്തെങ്കിലും വേറെ ഒരു വീഡിയോ കാണാം. നിങ്ങൾക്ക് ഈ ബ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ചെയ്യാം. ഓക്കെ, ബൈ, ടാറ്റാ.